just a new port, but the beginning of a new era that will give Indian trade and logistics a stronger global presence. ലോക ഭൂപടത്തിൽ ഇനി കേരളത്തിന്റെ അടയാളമായി വിഴിഞ്ഞം. തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി. ശ്രീ അനന്ത പദ്മനാഭ പാണ്ഡെ മണി ലേക്ക് വരാൻ സാദ് തീർത്ഥ ദിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നമുക്ക് ഒരുമിച്ച് ഒരു വികസിത് കേരളം പട്ടുയാർത്ഥം. ജയ് കേരളം, ജയ് ഭാരത്. സ്വകാര്യ പങ്കാളിത്തമുള്ള പദ്ധതികളെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ പോലും പ്രോത്സാഹിപ്പിച്ചു തുടങ്ങിയെന്ന് പ്രധാനമന്ത്രി. കമ്മ്യൂണിസ്റ്റ് മന്ത്രി സ്വകാര്യ പങ്കാളിത്തത്തെ പ്രകീർത്തിക്കുന്നത് ഇന്ത്യയുടെ മാറിയ മുഖമെന്നും മോദി. हमारी सरकार के पार्टनर एक कम्युनिस्ट गवर्नमेंट का मंत्री बोल रहा है प्राइवेट सेक्टर के लिए कि हमारी सरकार का पार्टनर, ये बदलता हुआ भारत है. അദാനിയുടെ തുറമുഖം ഉദ്ഘാടനം ചെയ്ത ചടങ്ങിലെ ഇന്ത്യ സഖ്യ നേതാക്കളുടെ സാന്നിധ്യം പലരുടെയും ഉറക്കം കെടുത്തുമെന്നും മോദി. അങ്ങനെ നമ്മൾ ഇതും നേടി. കേരളത്തിന്റെ ദീർഘകാലമായ സ്വപ്നമാണ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിമിഷമാണിത്. LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കിയതെന്ന് മുഖ്യമന്ത്രി. നാടിന്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവുമാണ് നമുക്ക് ഇത്തരം പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിയുന്നത്. തുറമുഖത്തിന് ശില്പി പിണറായി വിജയൻ എന്ന VN വാസവൻ, കാലം കരുതിവെച്ച കർമ്മയോഗി എന്നും മന്ത്രി.